സൂപ്പർ പടം. എന്തായാലും നമ്മൾ ആടുജീവിതമൊക്കെ കണ്ടു വന്നിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയി. അയാളെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ ഫഹദിനെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. നല്ല ഫിലിം കൊള്ളാം. അടിപൊളിയായിരുന്നു. സെറ്റ്. അടിപൊളിയായിരുന്നു. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് മൂവിയാണ്. എന്റർടൈൻമെന്റ് പക്ക സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ. ഡയലോഗ് എങ്ങനെയായിരുന്നു അതിന്റെ? അറിഞ്ഞൂടാ. പടം കൊള്ളാം. ഒരു പ്രത്യേക ഒരു കഥയൊന്നും തരുന്നില്ലെങ്കിലും ഫഹദിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഫഹദ് തന്നെ. ഫഹദ് ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലെ തന്നെ പുതിയൊരു ഫഹദായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് എന്താണ് കഥ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു സാധനം തന്നെ. ഫഹദിനെ ഭയങ്കരമായിട്ട് ഇതുവരെ കാണാത്തൊരു ഫഹദായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പറയാം. അത് ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു ഫഹദിനെ ഇഷ്ടപ്പെടുന്ന, ഫഹദിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല സിനിമ, നല്ല ഓക്കെയാണ്. തുടക്കം പോലെ അവസാനം വരെ സീന് പടമായിരുന്നു. പക്ക പടം. ഒരു രക്ഷയില്ല. വിഷയ സാധനം ഒരു രക്ഷ. അത് സൂപ്പറാണ്. ഹിപ്സ്റ്റർ പൊളിയാണ്. ഹിപ്സ്റ്റർ ഫാനാണ്. ആവേശമായിരുന്നു കണ്ടേ? എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. നന്നായിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു പടമാണ്. സൂപ്പർ പടം. അടിപൊളി. സൂപ്പർ. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. പിന്നെ ഭയങ്കര നന്നായിരുന്നു. നല്ല പെർഫോമൻസ് എങ്ങനെയുണ്ട്? അഴിഞ്ഞാട്ടം, വെറും അഴിഞ്ഞാട്ടം. തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ ആയിരുന്നു. നല്ല കോമഡി മൂവി ആയിരുന്നു. അതെ. സൂപ്പർ പടം. അടിപൊളി പടം. സൂപ്പർ പടം. നല്ല പടം. എന്റെ അനിയനാണ്. അടിപൊളിയാണ്. മിഥുൻ എന്ന് പറയണത്. 3 പേരിൽ മിഥുൻ എന്ന് പറയണത് എന്റെ ചേച്ചിയുടെ മോനാണ്. എല്ലാവരും 3 പേരും അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. 3 പേരും എല്ലാവരും എല്ലാ ക്ലാസ്സും സൂപ്പർ. നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഡയലോഗ് ഒന്ന് പറയാം. എങ്ങനെയായിരുന്നു? സൂപ്പർ. എങ്ങനെയുണ്ട് രംഗണ്ണ? എങ്ങനെയുണ്ട്? അടിപൊളി. രംഗണ്ണം പൊളിയല്ലേ? രംഗണ്ണ കൊണ്ടുപോയി വിഷു. പിന്നെ വിഷു പോയി മോനെ. അത് തന്നെ പറയാനുള്ളത്. സൂപ്പർ സിനിമയാണ്. മസ്റ്റ് വാച്ച് ആണ്. ഫർഫസിന്റെ ആക്ടിങ് സൂപ്പറാണ്. അടിപൊളി പടം. സൂപ്പറായിരുന്നു. വേറെ ഒരു വെറൈറ്റി പെർഫോമൻസ്. കാണാത്ത ഒരു പുതിയ ഫാസ്റ്റ്. നല്ല സിനിമയായിരുന്നു. അടിപൊളി. നല്ല സിനിമ. അടിപൊളിയാണ്. തകർത്തുന്നു. പിന്നെ പൊളിച്ചടിക്കും. സിനിമ. പൊളി സിനിമ. അടിപൊളിയാണ്. സൂപ്പറാ. അതിനെ പറ്റി പറഞ്ഞാൽ എന്തായാലും അറിയായിരിക്കുമല്ലോ ഇങ്ങനെ അടിപൊളിയായിരിക്കും. സൂപ്പർ. അടിപൊളി ഫിലിം. അടിപൊളി. ഡയലോഗ് എങ്ങനെയായിരുന്നു പറയാമോ? ഇല്ല. ആവേശമായിരുന്നു. നല്ലായിരുന്നു. നല്ല പടം. അടിപൊളി പടം. പിന്നെ അടിപൊളി. ആവേശമാണ്. നിങ്ങളൊക്കെ ആവേശമാണ് കണ്ടോ? എങ്ങനെയുണ്ട്? ഭയങ്കര ഫുൾ ആവേശമാണ്. രംഗണ്ണൻ ഭയങ്കര ഓവറാന്ന് പറഞ്ഞാൽ ഓവറാണ് ഈ സിനിമ. ഈ സിനിമയ്ക്ക് ഓവറാ വേണ്ടത്. ഡയലോഗ് ഒന്ന് പറയാം. എങ്ങനെയായിരുന്നു? വേണ്ടാ മോനെ. അടിപൊളിയായിരുന്നു. ഡയലോഗ് എങ്ങനെയായിരുന്നു? സൂപ്പർ സിനിമ. സൂപ്പർ. അടിപൊളി. ആവേശം. നല്ല പടം. ഡയലോഗ് അടിപൊളിയായിരുന്നു. കൊള്ളാം. അടിപൊളി പടം. കൊള്ളാം. ആവേശമാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഡയലോഗ് എങ്ങനെയായിരുന്നു? മസ്റ്റ് വാച്ച് ആയിട്ട്. പക്ക ഒരു എന്റർടൈൻമെന്റ് മൂവി. പിന്നെ പക്ക സൂപ്പർ പടം. ഡെഫിനറ്റ്ലി ഒരു രക്ഷയില്ല. അതന്നെ രംഗണ്ണ വൈബ്. ഇജാതി വൈബ്. ഓണ് സൂപ്പർ പടം. ഫഹദിന്റെ കരിയറിൽ ഇമാതിരി ഒരു പടം ഇതുവരെ വന്നിട്ടില്ല. ഫുൾ എനർജറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ട് ഫഹദിന്റെ. നല്ല രസമായി. ഇതിൽ അഭിനയിച്ച ആ 3 പിള്ളേർ അവരും കളിക്കിട്ടുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ പടം. പൊളിയായിരുന്നു. പിന്നെ മിഥുനും പൊളിയായിരുന്നു. എല്ലാം നല്ലത്. വിഷു തൂക്കി. രണ്ടും ആവേശവും തൂക്കി, വർഷങ്ങൾക്ക് ശേഷം തൂക്കി. രണ്ടും കൂടെ തൂക്ക്.
നല്ല മൂവിയാണ്. അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടെ എങ്ങനെയുണ്ട്? സൂപ്പർ രംഗമാമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഡയലോഗ് എങ്ങനെയായിരുന്നു? വളർന്നുപോയി. ഇവിടെ ഓർമ്മയുണ്ടോ ഡയലോഗ്? അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. അതിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി മൂവി, നൈസ് മൂവി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി, എല്ലാവരും മസ്റ്റ് വാച്ച്. ഫുള്ളും ആവേശത്തിലാണ്. ആണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, ന്യൂ ലുക്ക്, ന്യൂ ഇത് ഭയങ്കര പുതിയ ഡയലോഗ് എങ്ങനെയായിരുന്നു ഫഹദിന്റെ? ഡാമോനെ. താങ്ക് യു. ഫഹദ് എങ്ങനെയുണ്ട്? അത് സൂപ്പർ. കഴിഞ്ഞാട്ടായിരുന്നു. തീർച്ചയായും നല്ല പടം. വർഷങ്ങൾക്ക് ശേഷം ആവേശം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ബ്രോ, നല്ല പടമായിരുന്നു. ഫഹദിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ്. ഞാൻ രണ്ടാമത്തെ തൊട്ടാണ്. രണ്ടാമത്തെ